ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 69, ഡേ 68. ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ എത്ര പേര് ഇപ്പോൾ റെഗുലർ ആയിട്ട് ബിഗ് ബോസ് കാണുന്നുണ്ട്? എത്ര പേർക്ക് ബിഗ് ബോസ് കാണാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്? എനിക്ക് തോന്നുന്നു ഈ ഷോയുടെ റേറ്റിംഗ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, വ്യൂവർഷിപ്പ് കുറഞ്ഞു. അത് നല്ലപോലെ വിസിബിൾ ആവുന്നുണ്ട്. മുൻപൊക്കെ ഇതിന്റെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ ഇടുന്ന ചാനൽസ് ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ വ്യൂവർഷിപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് ഉള്ളതായിരുന്നു. ഇപ്പം അവരുടെ വ്യൂവർഷിപ്പ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് കാണാൻ വലിയ താല്പര്യമില്ല. ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 69ാമത്തെ എപ്പിസോഡാണ്. എന്നിട്ട് പോലും ഒരു നല്ല കോണ്ടന്റ് ഹൗസിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആണ്, അവരുടെ ക്രൂ മെമ്പേഴ്സ് ആണ്. അവർ പട്ടിപ്പണി എടുത്തിട്ടാണ് ഓരോ കോണ്ടന്റും നമ്മളിലോട്ട് ഡെലിവറി ചെയ്യുന്നത്. അവര് പ്ലാൻ ചെയ്യുന്നതനുസരിച്ചാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കോണ്ടന്റ് ഉണ്ടാവുന്നത്, കോണ്ടന്റ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. കുറെ ആളുകളെ അകത്തുകൊണ്ട് ഇട്ടേക്കുന്നു, അവർ ഒരു ടാസ്ക് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, നമ്മളിലോട്ട് കോണ്ടന്റ് തരുന്നു. ഇതാണ് നടക്കുന്നത്. അല്ലാതെ അകത്തുള്ളവരിൽ നിന്ന് ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും ഈ ഒരു ഷോയിലോട്ട് ഇപ്പോൾ ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ലാസ്റ്റ് 2 വീക്സ് നിങ്ങൾ എടുത്ത് നോക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ ഫാമിലി വീക്ക്, എല്ലാവരുടെയും ഫാമിലി അകത്തോട്ട് കൊണ്ടുവന്ന് ആ ഒരു ആഴ്ച തള്ളി അങ്ങ് നീ. എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ കൊണ്ടുവന്നത്? അവർക്ക് ഈ ഷോ പൊക്കിക്കൊണ്ടുവരണം, വേറെ കോണ്ടന്റ് ഇല്ല. അതുകൊണ്ട് ലാലേട്ടൻ വന്ന് ആ ഒരു കുൽസിത കാർഡ് കീറിയതിനു ശേഷം കോണ്ടന്റ് നിർത്തി, തീർന്നു. അതിനുശേഷവും ആ കൂടി അതിനകത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു കോണ്ടന്റ് ആര്യന്റെയും ജിസേലിന്റെ ആയിരുന്നു. അഭിലാഷ്, ഓനിയില്, ജിസേൽ, ഇവര് മൂന്നൊരു ഔട്ട് ആയപ്പോഴത്തേക്ക് ആ കോണ്ടന്റ് അവിടെ സ്റ്റോപ്പ്. ഇപ്പൊ ഫാമിലികൾ അകത്തോട്ട് വന്നിട്ടും വലിയൊരു എക്സൈറ്റ്മെന്റോ ഒരു കിടിലോ ഒരു എപ്പിസോഡൊന്നും അവകാശപ്പെടാനുള്ള ഒരു സാധനമൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ നമ്മുടെ ജാസ്മിൻ ജാഫർ, ജാഫ്രിക്കയുടെ ഒക്കെ അകത്തോട്ട് വരാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ജാഫ്രിക്ക വന്നിട്ട് മാല ഊരുന്നു, മാല കൊടുക്കുന്നു, ഫോട്ടോ എടുത്തോണ്ട് പോകുന്നു. എന്ത് എപ്പിസോഡായിരുന്നടേ, എന്ത് എപ്പിസോഡ്! ഇക്ക വരാൻ വേണ്ടി രാവിലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാവിലെ പാട്ടിടുമ്പോഴാണ് ഇക്ക കയറി വരുന്നത് അപ്രതീക്ഷിതമായി. ഞാൻ അലാറം ഒക്കെ വെച്ചിട്ട് ലൈവ് കാണാൻ എനിക്ക് ഇക്ക ഇപ്പൊ വരും എന്നും പറഞ്ഞിട്ട്. അതുപോലൊന്നും ഇവിടെ ഇരിക്കാനുള്ള ഒരു തോന്നുന്നില്ല, ലൈവ് കാണാൻ തോന്നുന്നില്ല, എപ്പിസോഡ് കാണാൻ തോന്നുന്നില്ല. സീരിയസ്ലി ഫാമിലി വീക്കും വലിയൊരു രസമൊന്നും ഉണ്ടായിരുന്നില്ല ഈ വട്ടത്തെ. ഇത്രയും പേരുടെ ഫാമിലി വന്നിട്ട് എന്തുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മുടെ പൊന്നമ്മ ചേച്ചി വന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതും അധികം ഒന്നും ലൈവിനകത്ത് കാണിച്ച അത്രയൊന്നും എപ്പിസോഡിനകത്ത് വന്നപ്പം ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വീക്ക് അങ്ങനെ പോയി. ഈ വീക്ക് നിങ്ങൾ എടുത്ത് നോക്ക്. ഫസ്റ്റ് 2 ദിവസം ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവന്ന് ബിഗ് ബോസ് അവർക്ക് ടാസ്ക് കൊടുത്തു. അവര് ബിഗ് ബോസ് പറഞ്ഞ പോലെ ടാസ്ക് കളിച്ചു. 2 ദിവസം തീർന്നു. ബിഗ് ബോസ് പറഞ്ഞ പ്രകാരം അവര് ആടി നമുക്ക് കോണ്ടന്റ് തന്നു. കോണ്ടന്റ് തീർന്നു. ബിഗ് ബോസ് ടീം പിന്നെയും കൺഫ്യൂഷൻ, അടുത്ത ഡേ ഇനി എങ്ങനെ ഓടിക്കണം. അപ്പൊ പിന്നെ അവർക്ക് പുറത്ത് നാളെ കൊണ്ടുവരേണ്ടി വന്നു. സാബു മോനെ അകത്തോട്ട് വിട്ടു. ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തു, സാബു മോനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ടാസ്ക് കൊടുത്തു. ആ ഒരു ടാസ്ക് ഒരു ദിവസം മൊത്തം ഇട്ട് ഓടിച്ച്. ഫണ്ണി എപ്പിസോഡായിരുന്നു, നല്ല എപ്പിസോഡായിരുന്നു, നല്ല ചിരിച്ച് എന്റർടൈൻ ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് ടീമിന്റെ കഷ്ടപ്പാടാണ്. ഇവരെ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുകയാണ്, അല്ലാതെ ഇവര് ഒന്നും പുറത്തോട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ദിവസം സാബു മോനെ ഇട്ട് ഓടിച്ചു. നെക്സ്റ്റ് ഡേ സാബു മോനായിരുന്നു അവിടുത്തെ കോണ്ടന്റ്. മോർണിംഗ് ടാസ്ക് സാബു മോനാണ് കൊടുത്തത്. അവിടെ അനീഷ് കയറി ചെറുതായിട്ടൊന്നും ഒരു ഉടക്കുണ്ടായി, അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് റോസ്റ്റിംഗ് ടാസ്ക് സാബു മോനാണ് കൊടുത്തത്, ബിഗ് ബോസ് ഹൗസിലുള്ളവർക്കല്ല. ആദ്യമായിട്ടാണ് ഗസ്റ്റ് വന്ന് ഗസ്റ്റിന് ടാസ്ക് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്. സോ ആ 2 ദിവസം സാബു മോൻ കൊണ്ടുപോയി. ആദ്യത്തെ 2 ദിവസം മാരത്തോൺ, ഡാൻസ് മാരത്തോൺ, അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം സാബു മോൻ. പിന്നെ ഇന്നത്തെ ദിവസം എന്തായിരുന്നു? ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു കോണ്ടന്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് ചോറിന് അടി ഉണ്ടായിരുന്നു, മോർണിംഗ് ഒരു ടാസ്ക് കൊടുത്തു, പിന്നെ അല്ലറ ചില്ലറ ചിന്നിത്തെറിച്ചുള്ള കുറച്ച് കോൺവെർസേഷൻ. ഇതല്ലാതെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു കോണ്ടന്റിനും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. നമ്മൾ ലൈവ് കാണാതെ എപ്പിസോഡ് കാണാനിരിക്കുന്നവർക്ക് പലപ്പോഴും പലതും കണക്ട് ആവുന്നില്ല. ഇവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ വരുന്നു. എന്ന് വെച്ചാൽ ഒന്നിനും ഒരു പൂർണ്ണതയില്ല. അതാ പറഞ്ഞേ, ഇത് ഈ സീസൺ വലിയൊരു പടുകുഴിയിലോട്ടാണ് വീഴാൻ പോകുന്നത്. ഭയങ്കര വലിയൊരു ഫ്ലോപ്പിലോട്ടാണ് പോകാൻ പോകുന്നത്. സത്യമായിട്ടും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ബിഗ് ബോസ് സീസൺ പകുതി കഴിഞ്ഞ് എൻഡിലോട്ട് അടുപ്പിച്ച് വരുന്ന സമയത്ത് അത്രയും നല്ല രീതിയിൽ എപ്പിസോഡ്സ് ഹൈയില് എലിവേറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ ഡേ 1 എങ്ങനെ ആയിരുന്നു സെയിം അവസ്ഥ തന്നെയാണ് ഈ 69ാമത്തെ ദിവസം നോക്കുമ്പോഴും എനിക്ക് കാണാൻ പറ്റുന്നത്. സോ എന്താണെങ്കിലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. സാബുമോൻ വന്നുകൊണ്ട് ചെറിയൊരു ഗുണമുണ്ടായി. ഇത് ലൈവിനകത്ത് കണ്ട കാര്യമാണ്, ഇത് എപ്പിസോഡിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആദിലെ നൂറേം കൂടെ രാവിലെ തന്നെ വന്നിട്ട് അവിടെയുള്ള തുണി, പുറത്ത് വെച്ചേക്കുന്ന തുണി എല്ലാം എടുത്ത് അകത്ത് കൊണ്ട് വെക്കുകയാണ്. വാഷ്റൂം റീജിയന്റെ അകത്തുകൊണ്ട് വെക്കുകയാണ്. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അകത്തോണ്ട് വെക്കുന്നത്. അപ്പൊ ഇന്നലെ സാബുചേട്ടൻ വന്ന് പറഞ്ഞ് ഇവിടെ ഫ്രെയിം ഇല്ല, അതുകൊണ്ട് പാട്ട് കഴിയുമ്പോൾ നമുക്ക് പുറത്തുകൊണ്ട് വെക്കാം. ഇപ്പൊ പാട്ടിടും ബിഗ് ബോസ്, പാട്ടിടുന്നതിന് മുമ്പുള്ള സീനാണിത്. പാട്ടിടാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് തുണിയെല്ലാം എടുത്ത് അകത്തുകൊണ്ട് വെച്ച്.
കംപ്ലീറ്റ് സാധനം അവിടെ ഇരുന്ന കംപ്ലീറ്റ് സാധനവും ആദിലെ നൂറേയും കൂടെ രാവിലെ ക്യാപ്റ്റന്റെ ഓരോരോ കഷ്ടപ്പാട് നോക്കണേ എടുത്ത് അകത്തോണ്ട് വെക്കും. ഇത് കഴിഞ്ഞ് പാട്ടിടും, ഡാൻസ് കളിക്കും. ഡാൻസ് കളി കഴിച്ചതിന് ശേഷം അകത്ത് കൊണ്ടുവച്ച സാധനങ്ങൾ ദാണ്ടെ പുറത്തോട്ട് കൊണ്ടുവെക്കുന്നു. ആദിലയും അനുമോളും കൂടാണ് കൊണ്ടുവെക്കുന്നത്. സാബു വന്ന് നൈസായിട്ട് പിടിച്ചൊന്ന് റോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പിള്ളേര് പേടിച്ച്. എന്തായാലും ഉത്തരവാദിത്വം ഉണ്ട്, അണ്ണൻ പറഞ്ഞത് കേട്ട് അണ്ണന് സന്തോഷമായി കാണും. ഇതിന് ശേഷമാണ് നെവിനിട്ട് ജനങ്ങൾ ഒരു പണി കൊടുക്കുന്നത്. ഹോട്ട്സ്റ്റാറിനകത്ത് പോളിട്ടു ഈ ദിവസം ആരെ കൊണ്ട് പാത്രം കഴിപ്പിക്കണം. അങ്ങനെ പോളിട്ട സമയത്ത് 62% ആളുകൾ നെവിന്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ നെവിനാണ് ഈ ഒരു ദിവസം ബസർ അടിക്കുന്നത് തൊട്ട് ബസർ അവസാനിക്കുന്നത് വരെ, പിന്നെ നെക്സ്റ്റ് ബസർ എപ്പോഴാണോ അടിക്കുന്നത് അപ്പോൾ വരെയുള്ള കംപ്ലീറ്റ് പാത്രങ്ങളും കഴുകേണ്ടത്. നെവിനാണെങ്കിൽ നല്ല ചുരുക്കമുണ്ട്. നെവിൻ പാത്രം കഴുകാൻ നല്ല മടിയനായിട്ടുള്ള ഒരുത്തനാണ്. ഇതിനോടൊപ്പം തന്നെ ബിന്നിയും ലക്ഷ്മിയും എല്ലാരും വന്ന് പാത്രം കഴുകുന്നതിനിടെ ചൊറിയുന്നുണ്ട്. ഇത് പ്രേക്ഷകർ തെരഞ്ഞെടുത്തതാണ്. അപ്പോ ഇവനെ പുറത്ത് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവര് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നെവിൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വിചാരത്തിനുള്ള ഏറ്റവും വലിയ അടിയാണ് നെവിന് കിട്ടിയേക്കുന്നത്. നെവിൻ പേടിച്ചു, നല്ല രീതിയിൽ നെവിൻ ഇറിറ്റേറ്റ് ആയി. പ്രേക്ഷകര് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നെവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നെവിന് പണി കൊടുത്തതാണ്, പ്രേക്ഷകരാണ് പണി കൊടുത്തത്. ഇത് നെവിന് വേണമെങ്കിൽ അവന്റെ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ക്ലൂ ആയിട്ട് കണക്കാക്കാം. ഇത് കഴിഞ്ഞ് പാത്രം എല്ലാം കഴിവിന് ശേഷം ഇവിടെ പോയി ഇയാൾ ധ്യാനത്തിനൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ. അപ്പൊ എന്താണെങ്കിലും നെവിൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷമാണ് മോർണിംഗ് ടാസ്ക്. നേരത്തെ ആക്കളി ഉക്കളി മോർണിംഗ് ടാസ്ക് ഒക്കെ ആയിരുന്നു കൊടുക്കുന്നത്. അതൊന്നും എപ്പിസോഡിനകത്ത് കാണിക്കത്തോലുമില്ല. എന്നാൽ ഈ ആഴ്ച നോക്കിയാൽ മതി, അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള, ജനങ്ങളിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ടോപ്പിക്കാണ് ഇവർക്ക് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുക്കുന്നത്. ഒന്ന് PR ടാസ്ക്, പിന്നെ സാബുമോന്റെ ടാസ്ക്, പിന്നെ ഇന്ന് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ അവസാനിച്ച് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ ഓർക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ പേര്, ജനങ്ങൾ ഒട്ടും ഓർക്കാത്ത അല്ലെങ്കിൽ മറന്നു പോകുന്ന കണ്ടസ്റ്റന്റിന്റെ പേര് ഓരോരുത്തരും വന്നിട്ട് പറയുക എന്നുള്ളതാണ്. ആദ്യം ഷാനവാസ് ആണ് വരുന്നത്. ഷാനവാസ് ജനങ്ങൾ ഓർക്കുന്ന ആളുടെ പേര് പറയുന്നത് അനീഷിന്റെ പേരാണ്. റീസണും പറയണം. ഷാനവാസ് എന്ന് പറയുന്നുണ്ട് ഇയാൾ ഇവിടെ കാണിക്കുന്ന യഥാർത്ഥ മുഖമാണോ അതോ ഫേക്ക് ആണോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും. പിന്നെ അനീഷിന്റെ സുപ്രഭാതം, അത് ആൾക്കാർ മറക്കാൻ അധികം സാധ്യതയില്ല. അത് സത്യത്തിൽ അതൊരു ട്രേഡ് മാർക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അനീഷിന്റെ കുറെ പരിപാടികൾ നല്ല രീതിയിൽ വൈറലായി പോയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു സാധനമാണ് ഈ സുപ്രഭാതം. പിന്നെ അനീഷിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പറച്ചില്, അനീഷിന്റെ നടത്തം, ഇതൊക്കെ ആളുകൾ ഇത് കഴിഞ്ഞാലും ഓർക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഈ അടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അനുകരിക്കും ഈ അനീഷിന്റെ രീതിയിൽ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ അനുകരിച്ചിട്ടുണ്ട്. വീട്ടിൽ അമ്മയടുത്തൊക്കെ അടി ഉണ്ടാവുന്ന സമയത്ത് ഞാനിങ്ങനെ അനീഷ് പറയുന്നതിനൊട്ട് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സംഭവം വർക്കിങ്ങാ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, സംഭവം വർക്കിങ്ങാ. നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ആവും. പറഞ്ഞത് തന്നെ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവം പൊളിയാ. അന്നേരം ഞാൻ ആലോചിച്ച് ഈ അകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ ഈ ഒരു സാധനമൊക്കെ ആളുകൾ പെട്ടെന്ന് മറക്കൂല. ഷാനവാസ് പറഞ്ഞത് ശരിയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷാനവാസ് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അനീഷ് പോസിറ്റീവ് ആകാനും നെഗറ്റീവ് ആകാനും പുറത്ത് സാധ്യതയുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും അനീഷിന്റെ മുഖം ആളുകൾ ഓർക്കും. പിന്നെ കോമണർ ആയിട്ട് വന്നിട്ട് അനീഷ് നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത്. ഫൈനൽ 5 അനീഷ് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ ഫൈനൽ 5 വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി ഷാനവാസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അനീഷ് ഇവിടെ ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അനീഷ് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസും അവന്റെ പരിപാടികളും എല്ലാം ജനങ്ങൾ എന്നും ഓർക്കും. അതുപോലെ അനീഷിനെ ഒരു കിടിലൻ ഗെയിമർ ആയിട്ട് തന്നെ ആളുകൾ എന്നും കണക്കാക്കപ്പെടും എന്നാണ് വളരെ പോസിറ്റീവായിട്ടാണ് ഷാനവാസ് അനീഷിനെ പൊക്കി അടിച്ചു വെച്ചത്. ഇത്രയൊന്നും എനിക്കൊന്ന് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല. ഈ രീതിയിലാണ് മെയിൻ ലൈവിനകത്ത് കണ്ടത്. പൊക്കി അടിച്ചു വിട്ടത്. ഇപ്പം ടോപ്പ് 5 വരുമെന്ന് പറയുന്നു. ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ജനങ്ങൾ കണക്കാക്കുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആളുകൾ ഓർക്കാതെ പോകുന്ന കണ്ടസ്റ്റന്റിന്റെ പേര് പറയുന്നത് ലക്ഷ്മിയുടെ പേരാണ്. ലക്ഷ്മിയുടെ കാര്യം പറയുന്നത് ലക്ഷ്മി സെലക്റ്റീവ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ചിലരുടെ കാര്യം വരുമ്പോൾ ലക്ഷ്മി കണ്ണടയ്ക്കും, ചിലർക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി സംസാരിക്കും. പിന്നെ ആദില നൂറയുടെ ആ ഒരു കേസസും എടുത്ത് പുള്ളിക്കാരൻ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ലക്ഷ്മിയെ ആരും ഓർക്കാൻ സാധ്യതയില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് അക്ബർ വരുന്നത്. അക്ബർ വന്നിട്ട് ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കയറുന്ന വ്യക്തിയുടെ പേര് നെവിനാണ്. ഓഫ് കോഴ്സ് നെവിൻ ഒരു എന്റർടൈനർ
എന്റർടൈനർ ആയതുകൊണ്ട് ആണ് എന്നും പറഞ്ഞിട്ടാണ് അവനെ പറയുന്നത്. അവനൊരു ഫെമിനൈൻ ടച്ച് ഉണ്ടെങ്കിൽ പോലും അവൻ അതൊക്കെ മറികടന്ന് വലിയൊരു എന്റർടൈനർ ആയിട്ട് ഇവിടെ നിൽക്കുന്നു, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാവുന്നു. അതുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എപ്പോഴും നെവിൻ ഉണ്ടാവും എന്നാണ് അക്ബർ പറയുന്നത്. മനസ്സിൽ ഇടം പിടിക്കാത്ത വ്യക്തി ലക്ഷ്മി ചിരിക്കാൻ പോലും വളരെ ഡിമാൻഡ് കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മിക്ക് ഇവിടെ ഒരു സ്ട്രോങ് ഏരിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം നെവിൻ ആണെങ്കിൽ ഒരു ഫണ്ണി സൈഡ് ആണെങ്കിൽ, ഷാനവാസിക്കാടെ മീശവിരി ആണെങ്കിൽ, ആനീഷിന്റെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെങ്കിൽ അവർക്കൊക്കെ ഒരു ട്രേഡ് മാർക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലക്ഷ്മിക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ലക്ഷ്മി ഒരു തരത്തിലും ഇവിടെ കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അക്ബർ പറയുന്നത്. നെവിൻ വന്നിട്ട് പറയുന്ന രണ്ടുപേര് അനുമോളുടെയും നൂറയുടെയും പേരാണ്. അത് കഴിഞ്ഞിട്ട് അനീഷ് വരും. അനീഷ് വന്നിട്ട് ആദില നൂറയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓർക്കുന്ന പേര്. ഓർക്കാത്ത പേര് ബിന്നിയുടെ പേരാണ്. ആദില നൂറയുടെ ഓർക്കുന്നതിന്റെ റീസൺ പറയുന്നത് ഇവര് ചരിത്രത്തിലേക്ക് നടന്നു കയറിയവരാണ്. ആദില നൂറ് ഒരുമിച്ചാണ് പറയുന്നത്. ഇവരൊരു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടാണ് വന്നത്. അവർ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. അവർ ഇത്രയും കാലം നമ്മുടെ കൂടെ ജീവിച്ചിട്ടും വളരെ സാധാരണക്കാരുടെ കൂട്ട് തന്നെയാണ് അവർ ജീവിച്ചത്. സോ ഇവരുടെ കൂടെ ജീവിച്ച നമുക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ഇവർ എന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്ത് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവരെ പറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും എന്ന് അനീഷ് പറയുന്നുണ്ട്. സോ അനീഷ് പറയുന്നത് കാര്യമുണ്ട്, ഒരു പോയിന്റോട് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച നിങ്ങൾ രണ്ടുപേരാണ്, തുടക്കം വിട്ട് നിങ്ങൾ രണ്ടുപേരാണ്. അതുകൊണ്ട് അതെപ്പോഴും ആളുകൾ ഓർത്തിരിക്കും. ആ ഒരു ചർച്ച എപ്പോഴും ഇവിടെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഈ ഷോ കാലങ്ങൾ കഴിഞ്ഞാലും ആളുകൾ ഓർത്തിരിക്കുമെന്നാണ് അനീഷ് പറയുന്നത്. സംഭവം അനീഷ് പറയുന്നത് കാര്യമില്ലാതില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് മനസ്സിലിടം പിടിക്കാത്ത വ്യക്തിയുടെ പേര് ബിന്നിയുടെയാണ് പറയുന്നത്. ബിന്നി ഇവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതായിട്ട് അനീഷിന് തോന്നണില്ല. ബിന്നി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ജനഹൃദയങ്ങളിലോട്ട് കയറാൻ വേണ്ടി മാത്രം ഒരു ഇമ്പാക്ട് ബിന്നി അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ബിന്നി ഒരു നല്ല ഹ്യൂമൻ ബീങ്, നല്ലൊരു വ്യക്തിത്വം ഒക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരത്തെ ഒരു വീക്ക് പേഴ്സൺ ആണെന്നാണ് അനീഷ് പറയുന്നത്. അനീഷ് അവിടെ പറഞ്ഞ രണ്ടുപേരും, ഇപ്പൊ ആതിരയുടെ നൂറുകാരുടെ പേര് പറഞ്ഞതാണെങ്കിലും അതുപോലെ തന്നെ ബിന്നിയുടെ കാര്യം പറഞ്ഞതാണെങ്കിലും സംഭവം വളരെ കറക്റ്റ് ആയിട്ടാണ്. എനിക്കും സെയിം ഒപ്പീനിയൻ തന്നെയാണ്. അപ്പൊ ആദില നൂറ അവര് കുറെ ആളുകളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ മാറ്റാൻ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവരുടെ സൗന്ദര്യവും ക്യൂട്ട്നെസ്സും അതിന്റെ ഒരു ഭാഗമാണ്, അത് വേറെ കാര്യം. അതും പറയുമ്പോൾ എടുത്ത് പറയേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി വരും. ലക്ഷ്മി വന്നിട്ട് നെവിന്റെ പേരാണ് പറയുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഓർത്തിരിക്കുന്ന ആള്. ഓഫ് കോഴ്സ് അവന്റെ എന്റർടൈനിങ് അവന്റെ ആ ഒരു പരിപാടി, അവന്റെ പല ഡയലോഗുകൾ അല്ലേ, ഈ സാധനമൊക്കെ ആളുകൾ എപ്പോഴും ഓർത്തിരിക്കും എന്നാണ് ലക്ഷ്മി പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നൂറയുടെ പേരാണ് പറയുന്നത്. നൂറ ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ഒരു ഫെയർ ഫേസ് ഉള്ളതിനപ്പുറം നൂറ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ലക്ഷ്മിയുടെ വാദം. ഒരു ഗെയിമറായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ നൂറ നെവിനെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു ഊർജ്ജവും നമ്മൾ പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. റെനയെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടും നെവിനെ പുറത്താക്കാൻ ആ ഒരു സമയത്ത് നൂറ ഉറച്ച് കത്തി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നപ്പോൾ നൂറ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ നൂറ ഭയങ്കര വീക്കാണ്. പിന്നെ സ്റ്റിൽ നൂറയ്ക്ക് ആദിലേക്കാളും സപ്പോർട്ട് ഉണ്ട്. ബിക്കോസ് ഓഫ് പുള്ളിയുടെ കാര്യത്തിയുടെ ആ ഒരു ഫേസിന്റെ ആ ഒരു ബ്യൂട്ടി കണ്ടിട്ടാണ് ആ ഒരു സപ്പോർട്ട് കൂടുതലും വരുന്നത്. ആ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആദില വരും. ആദില വന്നിട്ട് പറയുന്ന പേര് ഒന്ന് അനുവിന്റെ പേര്, എല്ലാവരും ഓർത്തിരിക്കുന്ന പേര്. ഓർക്കാത്ത പേര് ലക്ഷ്മിയുടെ പേര്. ലക്ഷ്മിയെ ഇവിടെ ആദില പറയുന്നത് പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നുമില്ല, ഓർക്കാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം വേസ്റ്റ് ഒക്കെ പ്ലേറ്റ് ചെയ്ത് തട്ടിക്കളയത്തില്ലേ, ആ തട്ടിക്കളയുന്ന രണ്ട് കറിവേപ്പില പോലെ ലക്ഷ്മിയെ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ആട്ടി വിടും. ഈ ഒരു റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പറയുന്ന പേര് ലക്ഷ്മിയുടെയാണ് കേട്ടോ. ആരും ഓർക്കില്ല എന്ന് പറയുന്നത് അത് തന്നെ സത്യത്തിൽ ഒരു വിജയമാണ്. നെക്സ്റ്റ് വന്നിട്ട് നൂറ വന്നിട്ട് പറയുന്ന പേര് സാബുവിന്റെ പേരാണ്. റീസൺ അവന്റെ വെറൈറ്റി ചിരി, അവന്റെ പോസിറ്റിവിറ്റി, അവന്റെ നടത്തം എല്ലാം ഒരു യുണീക്ക് സ്റ്റൈലാണെന്നാണ് നൂറ പറയുന്നത്. എന്റെ പൊന്നു വെച്ച ഇതൊന്നും നമ്മൾ കാണുന്നില്ല, നിങ്ങൾ മാത്രമേ അവനെ കാണുന്നുള്ളൂ. അവന്റെ അകത്ത് അങ്ങൊരു ആളുണ്ടെന്ന് നമ്മൾ ക്യാമറയിലൊന്നും കാണുന്നൊന്നും ഇല്ല, മനസ്സിലായോ? സാബു വന്ന് പറഞ്ഞതിന്റെ കൂട്ടി ഇവനെ ബൈനോക്കുലർ വെച്ചോ മൈക്രോസ്കോപ്പ് വെച്ചോ എല്ലാം നോക്കണം, അതിന്റെ അകത്ത് ഇങ്ങനെ ഒരാളുണ്ടോന്ന്. ഇവനെ ഒന്നും ഒരു കാലത്ത് ഓർത്തിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല. ഈ സീസൺ കഴിഞ്ഞ് ഒരു 3 മാസം ചിലപ്പോൾ ഓർത്തിരിക്കും, അല്ലാതെ സാബുവിനെ ഒന്ന് സീസൺ ഓടുന്ന സമയത്ത് പോലും ഇവനെ ഓർക്കുന്നില്ല ആരും. എനിക്കൊന്ന് ബിഗ് ബോസ് ടീം തന്നെ മറന്നുപോയി ഇവനെ എവിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഒരു എപ്പിസോഡിൽ പോലും ഇവനെ ഓർക്കുന്നില്ല. ഇവൻ എവിടെ പോയി എന്ന് ചിലപ്പോൾ ആളുകൾ ഓർക്കുമായിരിക്കും. ഇവനെ കാണുന്നില്ലല്ലോ
എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അല്ലാതെ ഇറങ്ങി കഴിഞ്ഞതൊന്നും പിന്നെ ഓർക്കാൻ ഒരു സാധ്യതയില്ല. അത് കഴിഞ്ഞിട്ട് ഓർക്കാൻ സാധ്യതയില്ലാത്ത വ്യക്തിയുടെ പേര് ലക്ഷ്മിയുടെ പേര് സ്വാഭാവികം. നെക്സ്റ്റ് ബിന്നി വന്നിട്ട് പറയുന്ന പേര് നെവിന്റെ പേരും അതുപോലെ തന്നെ ആദിലയുടെ പേരുമാണ് പറയുന്നത്. നെവിൻ ഓർക്കുന്ന, എല്ലാവരും ഓർക്കുന്ന നെവിൻ, ഓർക്കാത്തത് ആദില. ആദിലയെ പറയുന്നതിന് റീസൺ, ചില ആൾക്കാരെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അങ്ങ് മറന്നു കളയും. അങ്ങനെ നെഗറ്റിവിറ്റി ഉള്ള ആളുകളെ ജനങ്ങൾ പതിയെ പതിയെ മറന്നുപോകും. അത് കഴിഞ്ഞിട്ട് ഇവള് പേഴ്സണൽ കാര്യങ്ങളാണ് പറയുന്നത്. പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഇവർ തമ്മിലുള്ള ക്ലാഷിനെ പറ്റിയൊക്കെയാണ് ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, ആദില മനസ്സിൽ വെച്ചിട്ട് പെരുമാറും. പഴയ കാര്യങ്ങൾ മറന്നു കളയാതെ മനസ്സിൽ വെച്ചിട്ട് പിന്നെയും പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് സംസാരിക്കും. അത് പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഇട്ട് അതിലേക്ക് ഇട്ട് കൊട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് ആര്യം വരും. ആര്യം വന്നിട്ട് നെവിന്റെ പേര് എന്റർടൈനർ, നല്ല ഗെയിമറാണ്. സാബുവിന്റെ പേരാണ് ആരും ഓർക്കാത്തത്. അതിന്റെ റീസൺ കറക്റ്റ് റീസൺ ആണ് പറയുന്നത്. സാബു ഇവിടെ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ആൾക്കാർ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആൾക്കാർ ഓർത്തിരിക്കണം. സാബു നെഗറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല, പോസിറ്റീവായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് സാബുവിനെ ആരും ഓർക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആരും പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അനു വരും. ഷാനവാസിന്റെയും ബിന്നിയുടെയും പേരാണ് പറയുന്നത്. ഷാനവാസിക്കട സ്റ്റൈല് മീശവിരിയൊക്കെ ആൾക്കാർ ഓർത്തിരിക്കും എന്നാണ് അനു പറയുന്നത്. ഈ മീശവിരിയൊക്കെ മാരക ട്രോളാണ് ഇവിടെ. ലാലേട്ടൻ 48 കൊല്ലം അഭിനയിച്ചിട്ട് പുള്ളി ഇത്രയും മീശ വിരിച്ച് കാണത്തില്ല. അതിനേക്കാൾ കൂടുതൽ മീശ ഇങ്ങേര് ഈ 68 ദിവസം കൊണ്ട് ഇതിനകത്ത് പിരിച്ചു കളഞ്ഞു. കേരളത്തിൽ മീശ വിരിച്ച് ഇങ്ങനെ നാട്ടുകാരെ വെറുപ്പിച്ച ഒരു വ്യക്തി വേറെ കാണത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അനുമോള് പറയുന്നത് ഷാനവാസിക്കട മാസ് ഡയലോഗ് എന്നൊക്കെയാണ്. ഷാനവാസിക്കട മാസ് ഡയലോഗ് എന്റെ പോലെ നിന്റെ തണ്ടയിൽ പോയി വിടടാ, ഇതാണ് ഷാനവാസിക്കട മാസ് ഡയലോഗ്. വീട്ടിൽ പോയി പറയടാ, വീട്ടുകാരെ വിളിക്കുന്നതാണ് ഷാനവാസിക്കട മാസ് ഡയലോഗ്. എന്റെ പൊന്നെ. അങ്ങനെ ഈ ഒരു ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഓർക്കില്ല എന്ന് പറയുന്ന പേര് ലക്ഷ്മിയുടെയാണ്. 4 പേരാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബിന്നിയുടെ പേര് 3 പേര് പറയുന്നുണ്ട്. നൂറയുടെ പേരും 2 പേര് പറയുന്നുണ്ട്. ബാക്കി ആൾക്കാരുടെയൊക്കെ പേര് ഒന്നൊന്നേ എഴുതുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർക്കും എന്ന് പറയുന്ന പേര് നെവിന്റെയാണ്, ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. ലക്ഷ്മി ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ എപ്പോഴും ഈ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആളുകൾ ഓർത്തിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, സത്യമായിട്ടും. അപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആളുകളിലോട്ട് അറ്റൻഷൻ പോയിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓർക്കും, കുറച്ച് നാൾ വരെ ഓർക്കും. അത് അവർ ലൈം ലൈറ്റ് നിൽക്കുന്ന പോലെ ഇരിക്കും. ഇതിനിപ്പോ എത്ര നല്ല രീതിയിൽ എത്ര കിടിലൻ പ്ലെയർ ആണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അവർക്കൊരു ഷെൽഫ് ലൈഫ് ഉണ്ട്. കുറച്ച് നാൾ ഇതിന്റെ ഒരു പച്ച കിട്ടും. അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ മറക്കും. അവര് സോഷ്യൽ മീഡിയയിൽ എത്ര നാൾ ആക്റ്റീവായിട്ട് നിൽക്കും അത്രയും നാള് ആളുകൾ അവരെ ഓർക്കും. അവർ ആക്റ്റീവ് അല്ലെങ്കിൽ അവരെ ആളുകൾ ഓട്ടോമാറ്റിക്കലി മറക്കും. ഇവരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊന്നും ആളുകൾക്ക് സമയമൊന്നുമില്ല. അല്ലെങ്കിൽ അടുത്ത സീസൺ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിനാരി വരുമ്പോഴായിരിക്കും ഓർക്കുന്നത്. റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു മുതലാണ്. ഇപ്പൊ ആ പുള്ളി എത്ര പേര് ഓർക്കുന്നുണ്ട്? പുള്ളിയെ സോഷ്യൽ മീഡിയയിൽ വല്ല കല്യാണത്തിനോ ആരെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണുന്നതല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആഡിനകത്ത് വയറ് കുറയ്ക്കുന്ന ആടൊക്കെ വരുമ്പോഴത്തേക്കാണ് പുള്ളിയെ കാണുന്നത്. അല്ലാതെ അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെയും ആ ഒരു ലൈം ലൈറ്റ് ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഓരോ വിവാദങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു വ്യക്തി അഖിൽമാരാറാണ്. പുള്ളിക്ക് സംസാരിക്കാൻ അറിയാം. സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ എടുത്തു വെച്ചിട്ട് പുള്ളിക്കാരൻ യൂട്യൂബിൽ സംസാരിക്കും. അത് ആരെങ്കിലും ഏറ്റുപിടിക്കും, കോൺട്രവേഴ്സി ആവും. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നു, പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ പേരിൽ പുള്ളിക്കാരൻ ഒരു ലൈം ലൈറ്റ് നിൽക്കുന്നുണ്ട്. അത് പുള്ളിയുടെ ആ ഒരു സ്പീക്കിംഗ് സ്കില്ല് കൊണ്ടാണ്. ആ ഒരു സ്കില്ലൊന്നും ബാക്കി ആർക്കും ഇല്ല. അല്ലെങ്കിൽ പിന്നെ സിനിമയിലോ സീരിയലിലോ മിനി സ്ക്രീനിലോ ഒക്കെ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം, നിങ്ങളുടെ ഫേസ്. അങ്ങനെ നിന്നാ ഓർക്കും. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാത്തിനെയും മറന്നു പോകും. എല്ലാത്തിനെയും കംപ്ലീറ്റ് മറന്നു പോകും. അതിന് എത്ര വലിയ ഗെയിമറാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഓർക്കാൻ വേണ്ടിയിട്ട് സത്യത്തിന് അങ്ങനെ കുറെ നാൾ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ആരുണ്ട് ഇതിനകത്ത്? ഇത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ജയിൽ നോമിനേഷൻ വരുന്നത്. അനീഷാണ് ആദ്യം നോമിനേറ്റ് ചെയ്യാൻ വരുന്നത്. ഷാനവാസിന്റെ പേരാണ് ആദ്യം പറയുന്നത്. ഈ ഷാനവാസ് കണ്ട് സ്റ്റിൽ കണ്ട് മീശ ഉരിച്ചോണ്ടിരിക്കുന്നു. ഈ മീശ ഇല്ലായിരുന്നു എന്തോ ഇതേനെ. ഷാനവാസിന്റെ പല നിലപാടുകളും റോങ് ആണെന്നാണ് അനീഷിന്റെ വാദം. അതുപോലെ തന്നെ അടുത്ത പേര് പറയുന്നത് നെവിന്റെയാണ്. നെവിൻ പാത്രം കഴുകി വെക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇത് കഴിഞ്ഞ് ഷാനവാസ് വരും. ഷാനവാസ് വന്നിട്ട് സിനിമ ഡയലോഗിൽ വലിയ മാസ് എന്നുള്ള രീതിയിൽ, നീ ഇവിടെ ജീവിക്കാൻ വന്നവനല്ല, നീ ഇവിടെ ഗെയിം കളിക്കാൻ വന്നവനാണ്, നീ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ വന്നവനാണ്. അങ്ങനെ ഫുൾ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന, കള്ളത്തരം പറയുന്ന, കള്ളത്തരം കാണിക്കുന്ന നീയാണ് എന്റെ ഫസ്റ്റ് നോമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് മാസ് പരിവേഷം. ആരെങ്കിലും എടുത്തു നോക്കി ഒന്ന് കട്ട് ചെയ്ത് ഇച്ചിരി BGM കയറ്റി വിട്. പുള്ളി കഷ്ടപ്പെട്ട് പറയുന്ന ഇതൊക്കെ ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് ഇങ്ങനെ ആംഗിളൊക്കെ പിടിച്ച് പറയുന്നതാണ്. നിങ്ങള് പുള്ളി പുറത്ത് കട്ട് ചെയ്ത് മാസാക്കി വിടുമെന്നൊക്കെ വിചാരിച്ചിട്ട് പറയുന്നതാണ്. കാര്യമൊന്നുമില്ല, ആരും ചെയ്യുന്നത് പോലും ഇല്ല. അനീഷിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ലക്ഷ്മിയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പറയുന്ന റീസൺ മറ്റേ മാവ് തുറന്നു വെച്ചിട്ട് പോയ ആ ഒരു കേസ്, ആര്യൻ മാവ് തുറന്നു വെച്ചിട്ട് പോയ കേസ്, കിച്ചൺ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. അതിന്റെ റെസ്പോൺസിബിലിറ്റി ലക്ഷ്മി ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ ആണ്
ഷാനവാസ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അത് അന്നേ ഷാനവാസ് ആ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ ആര്യനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് ലക്ഷ്മിയെ അടിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ലക്ഷ്മി വളരെ തന്ത്രപൂർവ്വം ആര്യനുമായിട്ട് ഉടക്കം ഉണ്ടാക്കിയിട്ട് ഷാനവാസിനെ ആ ഒരു ഫ്രെയിമിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാറ്റി. പക്ഷെ ഇന്ന് ഷാനവാസിന് ആ ഒരു സാധനം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ആ ഒരു കാര്യം പറഞ്ഞിട്ട് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെവിൻ വരും, അനീഷിന്റെയും അനുവിന്റെയും പേര് പറയും. അത് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മി വരുന്നത്. ലക്ഷ്മി വന്നിട്ട് പട്ടിഷോ താഴെ അങ്ങ് ചേച്ചി അങ്ങ് ഇരിക്കും. താഴെ ചേച്ചി ഇരുന്നിട്ടാണ് ചേച്ചിയുടെ പട്ടിഷോ പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങ് ഇരുന്നത് എന്നും പറഞ്ഞിട്ട്. സത്യം പറയാലോ, ഈ സീസണിൽ എല്ലാവരും വലിയ ഷോ ഓഫ് അല്ലെങ്കിൽ വലിയ മാസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവരെല്ലാരെയും നമ്മൾ കോമാളികളായിട്ട് കാണുന്നതുകൊണ്ടാണോ? എനിക്ക് അത് ആരും വലിയ മാസമായിട്ടൊന്നും എനിക്ക് തോന്നുന്നതില്ല. ഉപയോഗിക്കുന്ന ഭാഷ ആദിലയുടെ വായിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദിലെ ലക്ഷ്മി ഇവിടെ ജയിൽ നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യുന്നത്. രാവിലെ മോർണിംഗ് ടാസ്കിൽ നൂറെ നോമിനേറ്റ് ചെയ്യുന്നത്, നൂറയുടെ പേര് പറയുന്നത്, ആരും ഓർക്കാത്ത വ്യക്തി എന്ന് നൂറെ പറയുന്നത് ഏതാണ്ട് ഇതുപോലെ സമാനമായിട്ടുള്ള ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വളരെ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആദിലയുടെ ലാംഗ്വേജ് മോശം, നൂറയുടെ ലാംഗ്വേജ് വളരെ മോശം എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്. ഇവര് മോശമായിട്ടുള്ള ലാംഗ്വേജ് പറയുന്ന അധികം നമ്മൾ എപ്പിസോഡിലൊന്നും കണ്ടിട്ടില്ല. ലൈവിനകത്ത് ആദിലയുടെ വായിന്ന് കുറച്ചൊക്കെ വീഴുന്നുണ്ട്, പക്ഷെ എന്നാലും അത്രയ്ക്കൊന്നുമില്ല. നൂറയുടെ വായിന്നൊന്നും വീഴുന്നത് കണ്ടിട്ടില്ല. എന്താണെങ്കിലും ആദിലെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അക്ബർ ആണ് യഥാർത്ഥ കുത്തിത്തിരിപ്പ് ഇവിടെ നിന്നും പറഞ്ഞിട്ടാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബിന്നി വരും. ബിന്നി വന്നിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യും. അന്നേരം കുറച്ച് റീസൺസ് പറയും. വളരെ കറക്റ്റ് കാര്യങ്ങളാണ് ബിന്നി പറയണത്. ബിന്നി പക്ഷേ നെഗറ്റീവായിട്ടാണ് പറഞ്ഞതെങ്കിലും സത്യത്തിൽ അത് പോസിറ്റീവാണ്. അനീഷിനെ പൊക്കി പറഞ്ഞ പോലാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാര്യം ബിന്നി ഇങ്ങനെയാണ് പറയുന്നത്: അനീഷ് ഇവിടെ ഭയങ്കരമായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാളാണ്, അനീഷ് ഇവിടെ ജീവിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അനീഷ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ അകത്തോട്ടൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് എങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കാം, അവരെ എങ്ങനെ കൊട്ടാം, ഇതൊക്കെയാണ് അനീഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ജയിലിലോട്ട് വിടാൻ വേണ്ടി അനീഷിനെ പോവുകയാണെങ്കിലും അനീഷ് ജയിലിൽ പോയി കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ അവിടുന്ന് കോണ്ടന്റ് ഉണ്ടാക്കാം എന്നായിരിക്കും അനീഷ് ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങി കാണും. ഈ രീതിയിലാണ് ബിന്നി പറയുന്നത്. സത്യത്തിൽ ഇത് അനീഷിന് ഒരു കോംപ്ലിമെന്റ് അല്ലേ? അനീഷ് ഒരു സൂപ്പർ ഗെയിമർ ആണെന്ന് ബിന്നി പറയാതെ പറയുകയാണ്. ഇവര് നെഗറ്റീവായിട്ട് പറയുന്നതാണെങ്കിലും സത്യത്തിൽ അനീഷ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് പുള്ളി ഒരു ഗെയിമർ ആണ്. ബിഗ് ബോസ് ഹൗസിൽ ഒരു ഏറ്റവും നല്ല ഗെയിമറിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ജനങ്ങളെയും അകത്തുള്ള ആളുകളെയും ഒരുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, പൊട്ടന്മാരാക്കുന്ന ആരാണോ അവനാണ് ഏറ്റവും ബെസ്റ്റ് ഗെയിമർ. കാര്യം ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്. അകത്തുള്ള ആളുകളെക്കാൾ കൂടുതൽ ഈ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കേണ്ടതും ഓരോ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതും ജനങ്ങളെയാണ്. ജനങ്ങളുടെ ഫീലിങ്സിനെ വെച്ച് കളിക്കുന്നവനെ അതിന്റെ അകത്ത് വോട്ട് കിട്ടത്തുള്ളൂ. ബിന്നി പറയുന്ന രണ്ടാമത്തെ പേര് നമ്മുടെ മീശവിരി ഷാനവാസിക്കാടെയാണ്. അത് കഴിഞ്ഞിട്ട് അനുമോള് വന്നിട്ട് അക്ബറിന്റെ പേര് ലക്ഷ്മിയുടെ പേര് പറയും. നൂറ വന്നിട്ട് ലക്ഷ്മിയുടെ പേര് ബിന്നിയുടെ പേര് പറയും. ആര്യൻ വന്നിട്ട് ലക്ഷ്മിയുടെ പേര് അനീഷിന്റെ പേര് പറയും. അക്ബർ വന്നിട്ട് പറയുന്ന പേര് അനീഷിന്റെയും ലക്ഷ്മിയുടെയാണ്. അനീഷിന്റെ റീസൺ ആ ഒരു കോമണർ കാർഡ് സാബുചേട്ടൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ കളിച്ച കളി വളരെ ചീപ്പാണ്. അതുപോലെ തന്നെ കോമണർ കാർഡിനെ പറ്റിയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സാബു വരും. സാബു വന്നിട്ട് ലക്ഷ്മിയുടെ പേര് ഷാനവാസിന്റെ പേര്. ഷാനവാസിനെ പറയാനുള്ള റീസൺ, ഷാനവാസിന് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ട് നിങ്ങൾ കൊളവാക്കി, നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് തരും എന്നും പറഞ്ഞിട്ടാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആദില വരും. ആദില വന്നിട്ട് ലക്ഷ്മിയെയും ബിന്നിയെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ലക്ഷ്മിക്കാണ് 7 വോട്ട്. അതുപോലെ തന്നെ അനീഷിന് 5 വോട്ട്. ഇവർ രണ്ടുപേരുമാണ് ജയിലിലോട്ട് പോകേണ്ടത്. അനീഷ് 4ാമത്തെ തവണയാണ് ജയിലിൽ പോകുന്നത്, 4th ടൈം. അനീഷിന് ഇപ്പൊ ജയിലിൽ ഇപ്പോൾ ഒരു സംബന്ധ വീട് പോലെ ആയിട്ടുണ്ട്. ഓരോ ആഴ്ച കഴിയുമ്പോഴും പോവുക വരിക. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് വരും. ക്യാപ്റ്റൻസി ടാസ്കിൽ തെരഞ്ഞെടുക്കുന്നത് ആര്യൻ, അനു ആൻഡ് സാബു. ഇവരെ 3 പേരെയും BB ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ഒരു ടാസ്കിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും തെരഞ്ഞെടുക്കുന്നത്. അക്കാര്യം ഇവർ 3 പേരുമാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. സാബു മോൻ എങ്ങാനും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഈ ആഴ്ച ചിലപ്പം മിക്കവാറും അവൻ രക്ഷപ്പെടും, അടുത്ത ആഴ്ച അവൻ രക്ഷപ്പെടും. അയ്യോ, സത്യമായിട്ട് ഈ സമയത്ത് ഇവൻ പുറത്തുണ്ടായിരുന്നു, മറ്റേ ഓണം ബമ്പറങ്ങാനും എടുത്തായിരുന്നു ഈ ചെറുക്കൻ അടിച്ചു പോയനെ. ഇത്രയും ഭാഗ്യമുള്ള ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 5 വൈൽഡ് കാർഡ് കയറി അതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരുത്തനാണ് ഈ സാബു എന്ന് പറയുന്നവൻ. ഇവരെക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ പുറത്തു പോയിട്ട് അതിന്റെ അകത്ത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരുത്തൻ. വെറുതെ നിന്നാലും ആളുകൾ സ്നേഹിക്കും അല്ലെങ്കിൽ അകത്ത് നിൽക്കും എന്ന് തെളിയിച്ചു വരും മുതൽ. ഇത്രയും നാളായിട്ട് ഇവന് വാഴ എന്നുള്ളൊരു വിളിപ്പേര് മാത്രം വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴേ വരേണ്ടതാണ് വാഴ. മിക്കവാറും ക്യാപ്റ്റൻസി ടാസ്ക് ലാലേട്ടന്റെ എപ്പിസോഡിലാവാനാണ് സാധ്യത. കാര്യം വേറെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഉണ്ട് ഇതിനകത്ത്. ഈ ആഴ്ച എന്തുകൊണ്ട് ലാലേട്ടൻ നാളെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ മറ്റേ ആര്യന്റെയും ഷാനവാസിന്റെ അടിയൊക്കെ പറ്റി ചോദിക്കാം, അനീഷിന്റെ കോമണർ കാർഡിനെ പറ്റി ചോദിക്കാം, പിന്നെ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു എവിക്ഷൻ പ്രതീക്ഷിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കോണ്ടന്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക്, എപ്പിസോഡ് ഓടിക്കാൻ വേണ്ടിയിട്ട് കോണ്ടന്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് കുറച്ച്
കുറച്ച് ടാസ്ക് ഒക്കെ തന്ന് വളഞ്ഞ വഴി കൂടെ ഇങ്ങനെ മൂക്കി തുടർന്ന രീതിയിൽ ആൾക്കാരെ എവിക്ട് ചെയ്ത് വിടുന്നത്. ഇപ്പൊ ലാസ്റ്റ് ജിസേലിനെ എവിക്ട് ചെയ്ത് കിട്ടാണ്ടില്ലേ, ആദ്യം ഒരു 5 വരെ വിളിക്കും, അത് 3 വരെ സേവ് ആകും, എന്നിട്ട് ഏറ്റവും അവസാനം 2 പേര് വരും. ആ 2 പേർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്ന പോലെ അനുമോളെയും ആര്യനെ അകത്തോട്ട് വിളിക്കുക, എന്നിട്ട് 2 പേരെയും കണ്ണ് കെട്ടി അകത്തോട്ട് കൊണ്ടുപോകുക, എന്നിട്ട് ഒരാളെ അകത്തോട്ട് വിടുക. ഒരു ഡ്രമാറ്റിക് ആയിട്ടാണ് ഈ ഒരു എവിക്ഷൻ സംഭവിച്ചത്. ഈ ഒരു എവിക്ഷന്റെ റിസൾട്ട് ഓൾറെഡി ആളുകൾ ഔട്ട് ചെയ്തു, പുറത്തു വിട്ടു, ജിസേലാണ് എവിക്ട് ആവുന്നത് എന്ന് പുറത്തു വിട്ടു. അപ്പോഴത്തേക്ക് ഇവർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ എവിക്ട് ചെയ്തിട്ട് കാര്യമില്ലാതായി പോയി. കാര്യം ഓൾറെഡി ആൾക്കാർ അറിഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനത്തെ അതിനൊരു ആകാംക്ഷ ഇല്ലാതായി. അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി ഈ എവിക്ഷൻ റിസൾട്ട് പുറത്തു വിടുന്ന യൂട്യൂബേഴ്സിനെതിരെ ഇവര് നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. പേപ്പറൊക്കെ കിട്ടിയെന്നാണ് അറിഞ്ഞത് ഓരോരുത്തന്മാർക്ക്. കോർട്ടിൽ നിന്ന് ഓർഡർ. മര്യാദയ്ക്ക് നിന്നാ കൊള്ളാം. എന്നിട്ടും കാര്യമൊന്നുമില്ല. നാളെ ആരാണ് എവിക്ട് ആവുന്നതെന്ന് ഓരോ പോസ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിചാരിതമായിട്ട് ഇന്ന് ഇൻസ്റ്റയിൽ കയറിയതാണ്, ആ കിടക്കുന്ന ഒരാളെ എവിക്ട് എന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിൽ. ഇതാണ് ഇപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ഒന്നും ഇൻസ്റ്റ കയറാതിരിക്കുക. അങ്ങനെയാണെങ്കിലും നല്ല രീതിയിൽ എപ്പിസോഡ് കണ്ടിട്ട് വന്നിട്ട് പറയാം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. എന്നെ ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ല. എനിക്ക് ആഗ്രഹമില്ല എന്റെ ഫ്രണ്ട് ഒന്ന് നടക്കുക, അതാണ്ട് നടക്കും, ഇന്ന ആളെ എവിക്ട് ആയെന്നും പറഞ്ഞിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അനീഷും ലക്ഷ്മിയാണ് ജയിലിനകത്ത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ലക്ഷ്മി നൈസായിട്ട് ഈ ഷാനവാസും അനീഷും തമ്മിൽ ചെറുതായിട്ട് കുത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണോ എന്നറിയില്ല. പക്ഷെ ഷാനവാസിനെ പറ്റി ചോദിക്കുന്നുണ്ട്, ഇവർ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അന്നേരം അനീഷ് വളരെ ജെനുവിൻ ആയിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു മറുപടി അവിടെ പറഞ്ഞത്. അനീഷ് പറയുന്നുണ്ട്, ഞാൻ എന്റെ ലൈഫിൽ വളരെ സ്റ്റിഫായിട്ടുള്ള ഒരാളാണ്. അന്നേരം എനിക്ക് ഇങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെ നടന്നോ ഒന്നും ശീലമില്ല. പക്ഷെ ഷാനവാസിലോട്ട് വരുമ്പോഴത്തേക്ക് ഷാനവാസ് വളരെ ഫണ്ണായിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഭയങ്കര ജോളിയായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഷാനവാസിന്റെ കൂടെ കൂടുമ്പോൾ എനിക്കും അങ്ങനെ ആകാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടാണ് ഞാൻ അവന്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ നിന്നത്. അപ്പൊ എന്താണെങ്കിലും അനീഷ് ആ സംസാരം കേട്ടിട്ട് അനീഷ് വളരെ ജെനുവിൻ ആയിട്ട് പറഞ്ഞ പോലാണ്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു സൗഹൃദം ഷാനവാസിനോട് തോന്നി. കാര്യം ഷാനവാസിന്റെ അങ്ങനത്തെ ഉള്ള ഒരു ക്യാരക്ടർ കണ്ടിട്ട് അനീഷ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ കളിച്ച് തിരിച്ചൊക്കെ അങ്ങനെ വളരെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതിന് പകരം ആ ഒരു ഷാനവാസിന്റെ ഒരു വൈബിലോട്ട് ഇറങ്ങിയിട്ട് ആളുകളുടെ അടുത്ത് ഇടപഴകാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഹഗ് ചെയ്യാൻ വരുന്ന സമയത്ത് അനീഷ് ഹഗ് ചെയ്യത്തില്ല. കുട്ടികൾ ഹഗ് ചെയ്യാൻ വന്നാൽ പോലും അനീഷ് അങ്ങനെ ഹഗ് ചെയ്യത്തില്ല. ഇപ്പൊ ഷാനവാസിന്റെ മകള് ഹഗ് ചെയ്യാൻ വന്ന സമയത്ത് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വിടത്തേ ഉള്ളൂ. ഫാമിലി വീക്ക് വന്ന സമയത്ത് പലരും അനീഷിനെ ഹഗ് ചെയ്യാൻ സമയത്തൊക്കെ വളരെ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ഹഗ് ചെയ്തിട്ട് ആണ് അനീഷ് നിന്നത്. അതുപോലെ തന്നെ അന്ന് കഴിഞ്ഞോട്ടാന്ന് തോന്നുന്നു ജയിലിൽ പോയ അനീഷും ആദിലും ജയിലിൽ പോയ സമയത്ത് അനുമോള് പറയുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോക്ലേറ്റ് വായി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാല് പുള്ളിക്ക് അതൊന്നും പറ്റൂല. ഇപ്പൊ ഐ ലവ് യു എന്ന് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിട്ട് എത്ര കടന്നു പറഞ്ഞിട്ടാന്നറിയോ ആ ഒരു ഡയലോഗ് ഷാനവാസിന്റെ അടുത്ത് അനീഷ് പറയുന്നത്. പുള്ളിക്ക് ഭയങ്കര പാടാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ. അതിനൊക്കെ ഭയങ്കര മടിയാണ്. മേ ബി അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അതൊരു സംഭവം. എനിക്കും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. നമ്മളെ ഒന്നും അങ്ങനെ ഹഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിട്ടോ അങ്ങനെയൊന്നും വളർത്തിക്കൊണ്ടു പോകുന്നതൊന്നുമല്ല. അന്നേരം ഒരാളെ ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഉമ്മ വെക്കാനൊക്കെ പറഞ്ഞാൽ എനിക്കും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് എനിക്ക് അനീഷിന്റെ ആ പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. പക്ഷെ അനീഷ് മാറി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡാൻസ് മാരത്തോൺ എപ്പിസോഡിനകത്ത് ഇവർക്ക് സൈക്കിൾ ഓട്ടേണ്ട ഒരു ടാസ്ക് വന്ന സമയത്ത് അനുമോളെ സൈക്കിളിനകത്ത് പൊക്കി കയറ്റുന്നത് അനീഷാണ്. നമ്മൾ ആദ്യം കണ്ട ഒരു അനീഷ് ആണെങ്കിൽ അനീഷ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അനുമോളെ എടുത്ത് പൊക്കി സൈക്കിളിനകത്ത് കയറ്റൂല. പക്ഷെ ഇവിടെ അനുമോളെ പൊക്കി കയറ്റുന്നത് അനീഷാണ്. അത് പോരാഞ്ഞിട്ട് അനീഷ് അനുമോളുടെ സൈക്കിളിന്റെ ബാഗ് കയറി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അനുമോൾ അതിനെ പറയുന്നുണ്ട്, എന്റെ ദേഹത്ത് പിടിച്ചോളാം, എന്റെ കൈ പിടിച്ചോളാം. അന്നേരം അനീഷ് തോളി പിടിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് മാറുന്നുണ്ട്. അനീഷിന്റെ ആ ഒരു ആളുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അനീഷിന് മാറ്റണമെന്നുണ്ട്. അങ്ങനെ മാറി വരുന്നുണ്ട്, ഒരു പരിധി വരെ മാറിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇവർക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് നല്ല സൂപ്പർ ടാസ്ക് ആണ്. ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തിട്ട് ഒരു ഡ്രോപ്പറും കൊടുക്കും, മറ്റേ കുപ്പി കൊടുക്കും. മറ്റേ ജ്യൂസ് ടാസ്കിന് എടുക്കുന്ന കുപ്പി ഉണ്ടായിരുന്നല്ലോ, അത് ടാസ്ക് കുളമായി, കുപ്പിയൊന്നും പ്രത്യേകിച്ച് ഉപയോഗം വന്നില്ല. അപ്പൊ പിന്നെ ഇവർക്ക് ഒരു 11 കുപ്പി കൊടുത്തിട്ട് പറഞ്ഞ് ഡ്രോപ്പർ വെച്ചിട്ട് ബക്കറ്റിനകത്ത് വെള്ളം എടുത്ത് ആ കുപ്പി അങ്ങ് നിറച്ചേക്കാൻ. ഇതാണ് ജയിൽ ടാസ്ക്. അതിനുശേഷം ബിന്നിയുടെ ചിന്നിത്തെറിച്ച കുറച്ച് കോൺവെർസേഷൻ. ബിന്നി, അക്ബർ, ഷാനവാസ്. സീരിയസ്ലി എപ്പിസോഡ് കാണുന്നവർക്ക് ഇവർ എന്താണ് സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ആര്യന്റെ അവസ്ഥയാണ് ജനങ്ങൾക്ക് കണ്ടില്ലേ, ഈ അവസ്ഥയാണ് മാറിക്കിടന്ന് ഉറങ്ങണം ഇവരുടെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് സ്പോൺസർഷിപ്പ് ടാസ്ക്. അത് അത്യാവശ്യം ഫണ്ണായിരുന്നു കേട്ടോ. 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് ചിരിപ്പിക്കണം. ഇവരാണ് ഒരു ടീം. ആദ്യം നൂറയാണ് വരുന്നത്. നൂറയൊന്നും ഒരു രക്ഷയില്ല കേട്ടാ. എനിക്ക് നൂറെ ആരെടുത്തിട്ട് ഉടക്കിയിട്ട് വന്നെയാണ് തോന്നുന്നത്. ആ രീതിയിലാണ് മുഖം ഇങ്ങനെ കടലിൽ ഉത്തരവിട്ട് ചിരിക്കുകയാണ്. നൂറൊന്നും അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ചിരിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അക്ബർ വരും, അക്ബറും ചിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് നെവിൻ വരും, നെവിനും ചിരിക്കില്ല. അങ്ങനെ ഇവരുടെ ടീമിനെ ആരെയും ഇവർക്ക് ചിരിപ്പിക്കാൻ പറ്റിയില്ല. ഇത് കണ്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത ടീം ഷാനവാസ്, അനുമോള്, ആദില, ഇവരൊക്കെയാണ് അടുത്ത ടീം. ഷാനവാസ് വരും. ഷാനവാസിനെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നെവിനും അക്ബറും ഒക്കെ നോക്കും. ഇവന്മാര് മൊത്തം ഇല്ലേ തറ പരിപാടിയാണ്, വളിവിട്ട പരിപാടിയാണ്. അക്ബർ മാറി എന്നിട്ട് വളിവിട്ട് കാണിക്കും, ഡേ കണ്ടോന്ന് ചോദിച്ചിട്ട്.
ഷാനവാസ് അത് പിടിച്ചു നിൽക്കും. പക്ഷെ ഈ പൊട്ടനായിട്ടുള്ള സാബുമോൻ വന്നിട്ട് ഇവന്മാരുടെ ട്രാപ്പി വീഴും. ദാണ്ട് ചിരിച്ചു എന്ന് വെറുതെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ ചിരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ അമ്മ ട്രാപ്പി വീഴും. അത് കഴിഞ്ഞിട്ട് വളരെ ജെനുവൻ ആയിട്ട് വന്ന് ചിരിച്ചു പോകുന്നത് ആദിലയാണ്. ആദില ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അന്നേരം അക്ബറൊക്കെ വന്നിട്ട് കണ്ടില്ലേ, എന്താ നോക്ക് തിരിഞ്ഞു തന്നെയാണ് വളിയൊക്കെ വിട്ട് കാണിക്കുക. അയ്യേ ഇതൊക്കെ കണ്ട് ആരാണ് ചിരിക്കാത്തത്? ഇവന്മാര് മൊത്തം വളിപ്പരിപാടിയായിരുന്നു. ആദിലയുടെ കൺട്രോൾ പോവും, ആദില ചിരിക്കും. അങ്ങനെ ആ ഒരു ടാസ്കിൽ അവന്മാരാണ് ജയിക്കുന്നത്. ആരുടെ? ഈ അക്ബർ, നൂറ, ആര്യൻ, നെവിൻ അവന്മാരുടെ ടീമാണ് ജയിക്കുന്നത്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഇവരുടെ ജയിൽ വാസം അവസാനിച്ചു. അതിനുശേഷം പെങ്ങളൂട്ടി ആദിലയും ഇക്കായും തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷൻ ആണ്. ഇക്ക വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അകത്തോട്ട് വന്ന സമയത്ത്. ഇപ്പൊ ഭയങ്കര പ്രോഗ്രസീവ് ആയെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക ഇതിനകത്ത് പറയുന്ന ജെന്യൂനായിട്ടാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷെ പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ മക്കളാണ് നിങ്ങളെ പോലെ, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇതുപോലെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ ചവിട്ടി പുറത്താക്കാനൊന്നും ശ്രമിക്കത്തില്ല, ഞാൻ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ് ഇക്ക പറയുന്നത്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആദ്യം ശ്രമിക്കും. കാര്യം പുള്ളിക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് സംസാരത്തിലുണ്ട്. പക്ഷെ എന്നാലും മക്കളെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ ചവിട്ടി പുറത്താക്കത്തൊന്നുമില്ല എന്ന് ഇക്ക പറയുന്നുണ്ട്. ഷാനവാസ് വന്ന സമയത്ത് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഷാനവാസിനെ പേഴ്സണലി അറിയാവുന്ന ജിഷിൻ പുറത്തിറങ്ങിയിട്ട് ജിഷിന്റെ ഇന്റർവ്യൂവിനകത്ത് ജിഷിനും പറയുന്നുണ്ട് ഷാനവാസ് ഇതിനെയൊക്കെ എതിർക്കുന്ന വ്യക്തിയാണ്. ജിഷിൻ പറയുന്നത് എങ്ങനെയാണ്, ഈ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷാനവാസ് ആദിലയുടെ നൂറയുടെ കൂടെ ഒട്ടിയിരിക്കുന്നത് എന്നാണ് ജിഷിൻ അന്ന് പറഞ്ഞത്. പക്ഷെ അറിയില്ല, മനുഷ്യന്മാരാണ്, മാറാം. ഇവരുടെ ആ ഒരു ജീവിതം കണ്ടപ്പോഴത്തേക്ക് പലരും മാറിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു പെണ്ണിനും ജീവിക്കാമെന്ന് മാറ്റിയിട്ടുണ്ടാവും. ബിഗ് ബോസ് അന്നേരം അടുത്ത വട്ടം 2 ആണുങ്ങളെ കൊണ്ടുവരണം. അന്നേരം സമൂഹം എങ്ങനെയാണ് കാണുന്നതെന്ന് കൂടെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ക്യൂട്ട് അല്ലാത്ത 2 പെണ്ണുങ്ങളെ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് നോക്കാം സമൂഹം ഏത് രീതിയിലാണ് ഇവരെ നോക്കി കാണുന്നതെന്ന്. ഇപ്പൊ ഇത്രയും ഭംഗിയുള്ള 2 പിള്ളേരെ കൊണ്ടുകൊണ്ടാണ് കൂടുതലും സമൂഹം നല്ല രീതിയിൽ നോക്കി കാണുന്നത്. ഓക്കെ, മാറ്റം ഉണ്ടായില്ലോ എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അനുമോളുടെ അനുമോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനില്ലായിരുന്നു. അനുമോൾ ഫുഡിന്റെ കാര്യത്തിലാണ് അനുമോൾ അടി ഉണ്ടാക്കുന്നത്. ലക്ഷ്മി അരി അളന്നിട്ടില്ല. ലക്ഷ്മി അരി ഇട്ട സമയത്ത് വെറുതെ കൈക്കണക്ക് പോലെ ഇട്ടിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ചോറ് അധികം വന്നു. അനുമോൾ രാവിലെ തന്നെ ലക്ഷ്മിയുടെ മെക്കെട്ടൊന്ന് കയറും. രാത്രി ആയപ്പോഴാണ് അതിന്റെ കയറാൻ ഒരു ത്രെഡ് കിട്ടിയത്. കാര്യം രാവിലെ അനുമോൾ പോയി ഫ്രിഡ്ജ് നോക്കുമ്പോൾ ചോറ് അതിന്റെ അകത്ത് അധികം ഇരിപ്പുണ്ട്. ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ പറയും ലക്ഷ്മി ഇത് അവള് തന്നെ തിന്ന് തീർക്കുമെന്ന്. എനിക്കൊന്ന് 3 ദിവസമായിട്ട് അങ്ങാണ്ട് ഫ്രിഡ്ജ് ഞാൻ തിരിക്കുകയാണ് തിന്നാർക്ക്. അവൾ ഇതുവരെ തിന്ന് തീർത്തിട്ടില്ല. എന്നിട്ട് രാത്രി വന്നപ്പോഴത്തേക്ക് പിന്നെയും ചോറ് അധികം. അത് എവിടെ കൊണ്ട് വെക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവള് പറയും, ലക്ഷ്മി പറയും ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നു, എന്നിട്ട് നാളെ യൂസ് ചെയ്യുമെന്ന്. അത് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നതാണെന്ന്. 3 ദിവസം മുമ്പുള്ള ചോറ് ഞാൻ തിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവള് ഈ ചോറ് കൂടുതൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമെന്ന് പറയുന്നത്. എല്ലാം ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ് ലക്ഷ്മിക്ക് അബദ്ധം പറ്റി. ലക്ഷ്മിയെ സമ്മതിക്കൂല. ലക്ഷ്മി ഇങ്ങനെ മുടന്ന ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അനുമോളുടെ ഭാഗത്ത് അനുമോൾ പറയുന്നത് ശരിയാണ്. കിട്ടുന്ന റേഷൻ ഇങ്ങനെ വെറുതെ എന്തിനാണ് വേസ്റ്റ് ആയി കളയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ഇട്ടാ പോരെ. എല്ലാവരും അളന്ന് 5 ഗ്ലാസ് ആണ് അരിയാണ് ഇടുന്നത്. ലക്ഷ്മി വെറുതെ തട്ടിയും കിട്ടരുത്. അത് ലക്ഷ്മി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പേരും പറഞ്ഞ് അവിടെ അടി ഉണ്ടാവുന്നുണ്ട്. ഫുഡിനകത്ത് തൊട്ട അനുമോൾ വന്ന് ചോദിക്കും. അത് ഒരു രക്ഷയില്ല. അനുമോൾ അതൊക്കെ വേറെ ലെവൽ. ഫുഡ് വേസ്റ്റ് ആക്കാനൊന്നും അനുമോൾ സമ്മതിക്കത്തില്ല. അനുമോളുടെ കുക്കിംഗ് ജീവനുള്ള സമയത്ത് ഫുഡൊന്നും വേസ്റ്റ് ആക്കാൻ പറ്റില്ല. അതൊക്കെ അനുമോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫുഡ് വെച്ച് ഇത്രയും കോണ്ടന്റ് ഉണ്ടാക്കിയ വേറൊരു വ്യക്തി കാണത്തില്ല അനുമോൾ. അത് കണ്ട് രാത്രി 10 മണിയെ കണ്ടാകുമ്പോഴാണ് ബസറടിക്കുന്നത്. പാത്രം കഴുകുന്ന നെവിന്റെ ടാസ്ക് അങ്ങനെ തീരുകയാണ്. നെവിൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ബസറടിക്കുന്നത്. നെവിൻ അപ്പം തന്നെ പാത്രം കഴുകലങ്ങ് നിർത്തും. എന്നിട്ട് ഇനി കഴുകാനുള്ളത് അക്ബറും അനീഷുമാണ്. ഇവർ 2 പേരാണ് വെസൽ ടീമിലുള്ളത്. അക്ബറിന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കഴുകി വെച്ചോളാം. അനീഷിന്റെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്ക് അനീഷ് പറയും അവൻ ഇത്രയും നേരം ലാഗ് അടിപ്പിച്ച് നിന്നു, ഞാൻ പാത്രം കഴുകത്തില്ല, ആ പാത്രം അവൻ തന്നെ കഴുകി വെക്കും എന്നും പറഞ്ഞിട്ട് അനീഷ് ഉടക്കും. ഈ ഒരു കാര്യം അനീഷിന്റെ അടുത്ത് ആദില പോയി ചോദ്യം ചെയ്യും. ക്യാപ്റ്റൻ ആണല്ലോ. ആദിലയുടെ ചൊറിഞ്ഞ വർത്താനം കേട്ടിട്ട് അനീഷ് ഇപ്പൊ ഞാൻ പോയി കഴുകി വെക്കണം അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് അനീഷ് പിണങ്ങി പോയി പാത്രം കഴുകാൻ ചെല്ലും. അത് കഴിഞ്ഞിട്ട് ബിന്നിയും ആദിലയും തമ്മിൽ പുറത്തിരുന്ന് എന്തോ ഒരു കോൺവെർസേഷൻ. ഒരറ്റവും തുമ്പും വാലും ഒന്നും ഇല്ലാത്ത സാധനമാണ്. ലൈവ് എല്ലാം കണ്ടാലാണ് അതിന്റെ ഒരു പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്താണെങ്കിലും ബിന്നി ഇന്ന് കാലത്തെയോ ഉച്ചയ്ക്ക് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. അത് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല. ഇവരുടെ ഈ ഒരു LGBT കമ്മ്യൂണിറ്റിയെ പറ്റി എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. മാത്രമല്ല ബിന്നി രാവിലെ ആരും ഓർക്കാത്ത വ്യക്തിയുടെ പേര് പറഞ്ഞ സമയത്ത് ആദിലയുടെ പേരാണ് പറയുന്നത് മോർണിംഗ് ടാസ്കിൽ. അപ്പോൾ മൊത്തത്തിൽ ഒരു ചക്കക്കുഴയിൽ അവിടെ ഉണ്ട് ഈ ആദില ബിന്നിയുടെ ഇടയ്ക്ക്. എനിക്കൊന്ന് അതിനെ പറ്റിയാണെന്ന് തോന്നുന്നു അവർ സംസാരിക്കുന്നത്. എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല അവർ പറയുന്നത് എന്താണെന്ന്. നാളെ എന്തെങ്കിലും നോക്കിയിട്ട് പറയാം. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എപ്പിസോഡ്, കൂടുതലൊന്നും ഇതിനകത്തില്ല. ഓക്കെ, എന്താണ് ഈ സീസണിന്റെ അവസ്ഥയെന്ന് നമുക്ക് കണ്ടറിയണം. ബിഗ് ബോസ് സീസൺ 7 എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ കന്നഡ ബിഗ് ബോസ് ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. അവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്നിട്ട് താഴ്ത്ത് പൂട്ടിയായിരുന്നു. ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി വീഡിയോ എല്ലാം ചെയ്യണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ഞാൻ എന്തായാലും അത് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ
ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.